ജീവിതശൈലി ക്രമീകരണത്തിൽ ആരും വെറുതെ മരുന്ന് നിർത്താനല്ല. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് രോഗം വന്നിരിക്കുന്ന ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ട് രോഗം വന്നു. അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതശൈലി കറക്റ്റ് ചെയ്ത് അപാകതകൾ മാറുന്നതിനനുസരിച്ച് മാത്രമേ നമ്മള് കുറച്ചുകൊണ്ട് വന്ന് നിർത്താൻ പറ്റുള്ളൂ. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ഒരാളും നിർത്താൻ പാടില്ല. അപ്പം പലപ്പോഴും പേഷ്യൻസ് എന്ത് ചെയ്യുംന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഹ് 1 മാസത്തേക്ക് ഇപ്പം നമ്മള് ഈ ട്രീറ്റ്മെന്റ് തുടങ്ങണം. ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കണം. എന്നാൽ ഒരു 2 ആഴ്ചത്തേക്കും കൂടെ ഉള്ള മരുന്നുണ്ട്. എന്നാൽ അതും കൂടെ തീർന്നിട്ട് പോകാൻ നോക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടെ മരുന്ന് മേടിച്ച് വെച്ചോണ്ടല്ലോ അതെല്ലാം തീർന്നിച്ചിട്ട് ഡോക്ടറുടെ അടുത്ത് പോകണം. അപ്പൊ അങ്ങനെയല്ല. നമ്മൾ നിർത്തിക്കൊണ്ടല്ല തുടങ്ങേണ്ടത്. ഇപ്പൊ പ്രഷറും, ഷുഗറും, ഹാർട്ട് പേഷ്യൻസും ഒന്നും മരുന്ന് നിർത്തി എന്നാൽ ഇനി പതുക്കെ മറ്റതിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് മാറാമെന്ന് പ്രതീക്ഷിക്കരുത്. നമ്മള് മരുന്നുകള് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുത്ത് മോണിറ്റർ ചെയ്ത് ഗ്രാജ്വലി ആണ് കുറച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ കറക്റ്റായിട്ട് പേഷ്യന്റ് ഫോളോ അപ്പും ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ചൊക്കെ മരുന്ന് ഉള്ളെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് തന്നെ മരുന്നുകളൊക്കെ തീരും. മിക്കവാറും ഒരു വിതിൻ എ മന്ത് മരുന്നുകൾ, പ്രത്യേകിച്ച് ഈ മെറ്റബോളിക് സിൻഡ്രോം ലൈക്ക് ഹാർട്ടിന്റെയും ഹൃദ്രോഗം, പ്രഷർ, ഷുഗർ, ഇതൊക്കെ 1 മാസം കൊണ്ട് തന്നെ മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് വരാം. പക്ഷെ അത് പെട്ടെന്ന് നിർത്തുകയല്ല. അപ്പൊ ചില പേഷ്യന്റ് വന്ന് കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഡോക്ടറെ നാളെ ഞാനിപ്പോ തുടങ്ങും, അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ മരുന്നൊന്നും കഴിക്കണ്ടാണല്ലോ എന്ന് പറയും. അങ്ങനെയല്ല, മരുന്നെല്ലാം കഴിക്കുക. നമ്മള് ഡയബറ്റീസിന്റെ മരുന്ന് നമ്മൾ തുടങ്ങുന്ന ദിവസം, ഇപ്പം ഇന്ന് വന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നാളെ ആയിരിക്കും അത് പ്രോപ്പർ ഡയറ്റിലേക്കും എക്സസൈസിലേക്കും അതൊക്കെ തുടങ്ങുന്നത്. അപ്പൊ നാളെ രാവിലത്തെ ഡോസ്, പിന്നെ ഇൻസുലിനും ഉണ്ട് മരുന്നും ഉണ്ടെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്ത് നമ്മൾ സ്കിപ്പ് ചെയ്യുക മാത്രമല്ല, 8 മണിക്ക് നമ്മള് സ്പെഷ്യൽ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ 10 മണിയാകുമ്പോഴേക്കും വീണ്ടും ബ്ലഡ് ഷുഗർ നോക്കും. മരുന്ന് ഒഴിവാക്കി. പക്ഷെ ഷുഗർ കൂടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ.